പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Hi everyone, today we are going to learn addition and subtraction word problems by using large numbers in a fun and easiest way. Okay. ഇപ്പോൾ അഡീഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എക്സാം നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ പറയുക, വൺസ് പ്ലേസിംഗ് ആണ്, റൈറ്റിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റൈറ്റിംഗ് നോക്കുമ്പോൾ തന്നെ സ്റ്റെപ്പ് 1 നോക്കുക. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 8 5 വരുന്നത് അല്ലേ. 8 + 5 എന്ന് പറയുമ്പോൾ 8 5 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 8 ഞാൻ 5 ഞാൻ കയ്യിലെടുത്തു. 9 10 11 12 13 വന്നു അല്ലേ. അപ്പം ഇനി അടുത്തത് സ്റ്റെപ്പ് 2 ഇനിയാണ് കാണുന്നത്. സ്റ്റെപ്പ് 2 ഇവിടെ 7ഉം 4ഉം അല്ലേ. ഇവിടെ 7ഉം 4ആണ്. വൺസ് പ്ലേസ് കഴിഞ്ഞു. ഇനി ടെൻസ് പ്ലേസ് 7ഉം 4ഉം. ഇപ്പോൾ 7 + 2 4 കയ്യിലെടുത്തു. 4 ഞാൻ കയ്യിലെടുത്തു. അതിൽ 3 ഞാനിവിടെ ഇട്ടു അല്ലേ. 13ആണ് ഇവിടെ വരുന്നത്. 3 ഞാനിവിടെ ഓൾറെഡി ഇട്ടു. ഈ 1 ഞാനിവിടെ ക്യാരി ചെയ്തു. 1 ഞാൻ ഇവിടേക്ക് കൊടുത്തു. അപ്പോൾ 1 + 7 എന്ന് പറയുന്നത് 8. 8 + 4 എന്ന് പറയുമ്പോൾ 4 കയ്യിലെടുത്തു. 9 10 11 12. ഇങ്ങനെ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3ൽ നമ്മൾ വൺസ് കണ്ടു, ടെൻസ് കണ്ടു. ഇനി ഹൺഡ്രഡ്സ് ആണ്. ഹൺഡ്രഡ്സിൽ വരുന്നത് ഏതാണ്? 6ഉം 9ഉം അല്ലേ. അപ്പം ഞാൻ ഈ 12ൻ്റെ 1 ഞാൻ ഇങ്ങോട്ട് കൊടുത്തു, ക്യാരി ചെയ്ത് കൊടുത്തു. ബോറല്ല, ക്യാരി ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ എന്താണ്, ഇവിടെ 6ഉം 9ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 1 + 6 + 9. 1 + 6 7 + 9. 7 ഞാൻ കയ്യിലെടുത്തു. 10 11 12 13 14 15 16 ഇട്ടു. ഇനി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 4. അപ്പം നമ്മൾ വൺസും ടെൻസും ഹൺഡ്രഡ്സും കഴിഞ്ഞ് തൗസൻഡ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 5 + 3 അല്ലേ. അപ്പം ഞാനിവിടെ 16 ആണല്ലോ. 6ൻ്റെ 1 ഞാനിവിടെ കൊടുത്തു. 1 + 5 + 3 6 + 3 7 8 9. 1 + 5 എന്ന് പറയുമ്പോൾ 6. 3 ഞാൻ കയ്യിലെടുത്തു. 6 കഴിഞ്ഞിട്ടുള്ള നമ്പർ 7 8 9. ഇനി സ്റ്റെപ്പ് 5. അപ്പോൾ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു 5 3 കൂടി ചെയ്തു. ഇനി അടുത്തത് 4 2 ആണ്. അപ്പോൾ 4 2ൽ 9 ആണ്. ഒന്നൊന്നുമില്ല ക്യാരി ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 4 2 4 + 2 5 6. അപ്പോൾ ഒരു ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? 6. ഇതിനെ തുടങ്ങുന്നത് ആദ്യം 6 9 6 then 2 3 6 9 then 6 2 3. ഇതാണ് ആൻസർ വരുന്നത്. അതായത് 69,623. ഇതാണ് ആൻസർ വരുന്നത്. അതായത് 69,623 ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 72,540 - 28,765 ഇതന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് 1 വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺസിലാണ് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വൺസിൽ നോക്കുമ്പോൾ നമുക്ക് 0 ഉണ്ട് 5 ഉണ്ട്. ഞാനിവിടെ 0 ഉണ്ട് 5 കൊടുത്തു. അപ്പം നമ്മൾ ബോറോ ചെയ്തു. ഇവിടെ 10 ആക്കി ഞാൻ ഇവിടുന്ന് 3 ആക്കി കൊടുത്തു. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ 10 - 5 എത്രയാണ്? 5. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ 3 - 6 അതിൽ നമുക്ക് 13 ആക്കാം അല്ലേ. അപ്പോൾ നമ്മൾ 13 ആക്കി കൊടുത്തു. അതായത് 13 - 6 അപ്പോൾ എത്രയാണ്? 6 കയ്യിലെടുത്തു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 5 ഇവിടെ എഴുതിയിരിക്കണം. അപ്പം 5ന് മുകളിൽ 4 കൊടുത്തു. അപ്പം നമ്മൾ ബോറോ ചെയ്ത് കൊടുക്കുക ചെയ്യണം. അപ്പം 13 ഞാൻ ഇവിടെ എഴുതി. 5ന് ഞാൻ 4 കൊടുത്തു. അപ്പോൾ 13 - 6 എന്ന് പറയുമ്പോൾ 12 11 10 9 8 7 അല്ലേ. 12 11 10 9 8 7 ഇട്ട് കൊടുത്തു. അപ്പം ഞാനിവിടെ സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ എന്താ പറയുക 4 - 7 നമുക്ക് 14 ആക്കാം അല്ലേ. അപ്പോൾ 14 - 7 അപ്പോൾ 7 കയ്യിലെടുത്തു. 13 12 11 10 9 8 7 അങ്ങനെ 7 എഴുതി. 13 - 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 11 10 9 8 7. 14 - 7 എന്ന് പറയുമ്പോൾ 13 12 11 10
987. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 1 കൊടുത്തു, 14 കൊടുത്തല്ലോ. അപ്പോൾ 2ന് കൊടുത്തു, ബോറോ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് 1 കൊടുത്തു. അപ്പം 1 - 8, അപ്പം 11 - 8. 11 - 8 നമ്മൾ 8 കയ്യിലെടുത്തു. 9, 8, 7, 6, 5, 4, 3 അല്ലേ? 3 എടുത്തു. പിന്നെ ഇവിടെ 7 ആണ്. 7, 6 ക്യാരി ചെയ്ത് കൊടുത്തു. സ്റ്റെപ്പ് 5 എന്ന് പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ 6 - 2, 3, 6 - 2 2 ബെല്ലെടുത്തു. 5, 4 ഇതാണ് വരുന്നത്. അപ്പോൾ ആൻസർ വിൽ ബി എന്തായിരിക്കും? 4, 3, 7, 7, 5 ഇതാണ് ആൻസർ. അപ്പോൾ ആൻസർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 43,775 ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ മനസ്സിലായോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോറോ ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ നമ്പേഴ്സിന് കടം വെച്ച് കൊടുക്കുക. അപ്പോൾ 0 - 5 ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് എന്താ പറയുക, 5 ആണ് രണ്ടാമത്തെ നമ്പറില്ല. രണ്ടാമത്തെ നമ്പർ വലിയ നമ്പറും ആദ്യത്തെ നമ്പറും ചെറിയ നമ്പറാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോറോ ചെയ്യണം. ഇപ്പം അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 - 7. 5 - 7 തന്നെ 7 രണ്ടാമത്തെ നമ്പർ വലിയ നമ്പറും ആദ്യത്തെ നമ്പർ ചെറിയ നമ്പറും. ഈ സബ്ട്രാക്ഷൻ ഓർക്കാനായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യത്തെ നമ്പർ ഫസ്റ്റ് നമ്പർ സ്മോൾ ആണെങ്കിൽ പിന്നെ സെക്കൻഡ് നമ്പർ ലാർജ് ആണെങ്കിൽ നമ്മൾ ബോറോ ചെയ്യും. അത് അഡീഷണലി നമ്മൾ ക്യാരി ചെയ്ത് കൊടുത്തിരുന്നത് കൂട്ടി കൊണ്ടുവരാം. ഇത് നമ്മൾ കുറച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 43,775 നമുക്ക് ഉത്തരമാകുന്നു. സബ്ട്രാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. The factory produced 85,000 items. It sold 47,650 items. How many items are left? അതായത് 85,000 ഐറ്റംസ് എന്താ പറയുക നിർമ്മിച്ചു. പിന്നെ വിറ്റുപോയത് 47,650 ഐറ്റംസ്. ശേഷിക്കുന്നത് എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം 85,000 നമ്മൾ നിർമ്മിച്ചു, അതിവിടെ എഴുതി. മൈനസ് എത്രയാണ് ലെഫ്റ്റ് ചെയ്തത്, ശേഷിക്കുന്നത് എത്രയെന്ന് ചോദിക്കുമ്പോൾ മൈനസ് ദെൻ വിറ്റുപോയത് 47,650. ഇങ്ങനെയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പം 0 - 0 എന്ന് പറയുമ്പോൾ 0. ദെൻ സ്റ്റെപ്പ് 2 വൺസിനാണ് കേട്ടോ ഒന്ന് നോക്കേണ്ടത്, വൺസ് കേട്ടോ. ദെൻ 0 - 5 എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞ, ചെറിയ നമ്പർ രണ്ടാമത് വരാണെങ്കിൽ ആദ്യ നമ്പർ നമ്മൾ വലുതായിക്കോട്ടെ അങ്ങനെയൊക്കെ വരാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോറോ ചെയ്യണം, കടം കൊടുക്കണം. കടം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറോ എന്നാണ്. അപ്പോൾ നമ്മൾ 10 ആക്കി, ഇവിടെ 9 ആക്കി, പിന്നെ വീണ്ടും ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയാണ് 4 അങ്ങനെ കൊടുത്തു. ഇനി 10 - 5 നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് 3 എന്താണ് 9 - 6 എന്തുട്ടാ 9 - 6 6 കയ്യിലെടുത്തു. 8, 7, 6, 5, 4, 3. Then step 4 ൽ 4 - 7 അപ്പം ഞാൻ എന്താക്കാൻ പറഞ്ഞു, 14 ആക്കാൻ പറഞ്ഞു. ഇവിടെ ഞാൻ 7 ആക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ 14 - 7 13, 12, 11, 10, 9, 8, 7. 14 - 7 7. Then step 5 എന്ന് പറയുമ്പോൾ 7 - 4 കയ്യിലെടുത്തു. 6, 5, 4, 3. ഉത്തരം പറയുന്നത് ഇവിടെ നിന്നാണ് എണ്ണേണ്ടത്, ഇവിടെ നിന്നല്ല വൺസിന്നല്ല എണ്ണേണ്ടത്. നമ്മൾ എന്താണ് അവസാനം വരെ ആക്കിയില്ല, അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമ്മൾ എണ്ണേണ്ടത്. അപ്പം ഞാൻ വരും. അപ്പം 37,350 അതാണ് ഉത്തരം വന്നത്. നമ്മൾ ബോറോ ചെയ്ത് കൊടുക്കാം. അതാണ് സബ്ട്രാക്ഷൻ്റെ ഒരു കാര്യം. എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ കടം വാങ്ങി കൊടുക്കുക, അതാണ് സബ്ട്രാക്ഷൻ്റെ ഒരു കാര്യം. മനസ്സിലായോ? അഡീഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് സോൾഡ് 25,450 books in January and 38,780 in February. How many books in total? അതായത് ജാനുവരിയിൽ 25,450 ബുക്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഫെബ്രുവരി
ആയപ്പോഴത്തേക്കും 38,780 ബുക്സുകൾ വിറ്റു. അപ്പം ബാക്കി എത്രയാണ് എന്നാണ് ചോദ്യം വന്നിട്ട്. അപ്പം ഇങ്ങനെ എഴുതാം 25,450 എഴുതി പ്ലസ് 38,780 എന്ന് എഴുതി. അപ്പം നമ്മളിതുപോലെ സ്റ്റെപ്പ് 1 കൊടുത്തു. നമ്മൾ വൺസിന് ആഡ് ചെയ്തു. 0 + 0 0. Then step 2 5 + 8 how much? 5 + 8 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ 9 10 11 12 13 13. പിന്നെ സ്റ്റെപ്പ് 3 അപ്പം ഞാനിവിടെ കൊടുക്കുകയാണ്, ക്യാരി ചെയ്യാണ്. 1 + 4 + 7 1 + 4 5 + 7 5 കഴിഞ്ഞെടുത്തു 8 9 10 11 12. Then step 4 എന്ന് പറയുമ്പോൾ 1 + 5 + 8 ഇത് 12 ആണ്. അതിലൊന്ന് ഞാൻ 5 കൊടുത്തു. അപ്പോൾ 1 + 5 + 8 6 + 8 6 ഞാൻ കയ്യിലെടുത്തു. 9 10 11 12 13 14 കൂട്ടി കൊണ്ടുവരാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 ഞാൻ വീണ്ടും ഒന്ന് ഞാൻ ക്യാരി ചെയ്തു. 1 + 2 + 3 6. ഉത്തര വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഉത്തരം വരുന്നത്? 6 then 4 then 2 7 3 0 64,230 ഇതാണ് വരുന്നത്. 64,230 ഇതാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഓർത്തെടുക്കാനായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മെത്തേഡ് ഓൾവേസ് റൈറ്റ് നമ്പേഴ്സ് ഇൻ കോളംസ്. പിന്നെ രണ്ടാമത് വന്നിട്ട് കൗണ്ട് ഫ്രം റൈറ്റ് സൈഡ്, അതായത് വൺസിന് വേണം നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരി ആൻഡ് ബോറോ. ക്യാരി എന്ന് പറയുമ്പോൾ അഡീഷൻ്റെ കേസിലും ബോറോ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ്റെ കേസിലും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അഡീഷനും സബ്ട്രാക്ഷനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക സ്റ്റെപ്സുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. So today we learn how to add and subtract large numbers and solve problems easily. So yesterday we learned about large numbers. Large numbers are numbers with many digits like ones, tens, hundreds, thousands, lakhs, millions. We learned how to read and write by using place value of tens, hundreds, thousands, lakhs, crores. Okay. We also learned how to arrange them in columns for easy addition and subtraction. Practice more to improve your speed and accuracy. So that's all for today. See you next video. Bye.